മാവോയിസ്റ്റ് സാന്നിധ്യം കൊണ്ട് നിരന്തരം വാർത്തകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഒരിക്കൽ വയനാട് കമ്പമല. വനവികസന കോർപ്പറേഷൻ ഓഫീസ് അടിച്ചു തകർത്തതോടെയാണ് ഇവിടുത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം വലിയ ചർച്ചയായത്. മാവോയിസ്റ്റുകളെല്ലാം പിടിയിലാവുകയോ കീഴടങ്ങുകയോ ചെയ്തതോടെ ഈ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയണ്ടേ, അന്നും എന്നും. സെപ്റ്റംബറിലാണ് മാവോയിസ്റ്റുകൾ KFDC ഡിവിഷണൽ മാനേജറായ ബാദുഷയെ തടഞ്ഞുവെക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തത്. CP മൊയ്തീൻ, PK സോമൻ, മനോജ് എന്നിവരാണ് ആക്രമണം നടത്തിയത്. മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ ചുവരിലൊട്ടിച്ചാണ് സംഘം മടങ്ങിയത്. ഇതിനുശേഷം പലതവണ മാവോയിസ്റ്റുകൾ കമ്പമലയിലെത്തി. 2024 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ആഹ്വാനവുമായി വീണ്ടും മാവോയിസ്റ്റുകൾ എത്തി. അതെ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. പിന്നീട് വനമേഖലയിൽ പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. മാവോയിസ്റ്റുകളുടെ കടന്നുവരവിനെതിരെ തോട്ടം തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നതും ചരിത്രമാണ്. മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്ന സ്ഥലമായിരുന്നു ഒരു കാലത്ത് കമ്പമല. ഇവിടേക്ക് എത്തിയിരുന്ന മാവോയിസ്റ്റുകൾ അറസ്റ്റിലായി കഴിഞ്ഞു. ഇതിനുശേഷം കമ്പമലയ്ക്കുണ്ടായ മാറ്റമാണ് നമ്മൾ പരിശോധിക്കുന്നത്. മാവോയിസ്റ്റുകളുടെ വരവും അവർ ഉന്നയിച്ച വിഷയങ്ങളും വലിയ ചർച്ചകളിലേക്ക് വഴിവെച്ചിരുന്നു. അടിസ്ഥാന വികസനം പോലുമില്ലാത്ത കമ്പമലയിൽ ചെറിയ അളവിലെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാടികളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് ഭരണകൂടം കടന്നു. ഇപ്പോൾ ഹാപ്പിയാണ്. അത്യാവശ്യം ചെയ്യുന്നുണ്ട്. വീടൊക്കെ ഇങ്ങനെ ഷീറ്റെല്ലാം മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഷീറ്റ് മാറ്റാമെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രശ്നമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ എസ്റ്റേറ്റ് മുമ്പിൽ കണ്ടിട്ട് ഇപ്പോൾ റിസോർട്ടിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് റിസോർട്ടിൻ്റെ ആൾക്കാർ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇനി അതുപോലെ എല്ലാവരും കൊണ്ട് വന്നാൽ നമുക്ക് നല്ലതായിരുന്നു. KFDCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കമ്പമല ഇക്കോ ടൂറിസം പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ശ്രീലങ്കൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിച്ച ഇടം കൂടിയാണ് കമ്പമല. വികസന പ്രവർത്തനങ്ങളുടെ വെളിച്ചം ഇവിടെ കൂടുതൽ പടരേണ്ടതുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.